കുട്ടമ്പുഴ വില്ലേജിലെ പൊതുമരാമത്ത് റോഡുകളോട് ചേർന്ന് വരുന്ന പുറമ്പോക്ക് ഭൂമിയിലെ താമസക്കാർക്ക് പട്ടയം നൽകുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങി സർക്കാർ ഉത്തരവായതായി ആന്റണി ജോൺ MLA അറിയിച്ചു. പട്ടയ അസംബ്ലി എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായി അതാത് പ്രദേശങ്ങളിലെ പട്ടയ വിഷയങ്ങളെല്ലാം കൃത്യമായി ചർച്ച ചെയ്യുന്നതിനും അതിൻ്റെ ഓരോ വിഷയങ്ങളും ഓരോ പ്രവർത്തനങ്ങളും ഓരോ പ്രദേശത്തെ വിഷയങ്ങളും കൃത്യമായി ഈ യോഗത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പട്ടയ അസംബ്ലികൾ എല്ലാ മേഖലയിലും കേരളത്തിൽ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പട്ടയം ലഭിക്കാനുള്ള പ്രദേശം എന്നുള്ള നിലയിൽ തന്നെ ഗവൺമെൻറ് വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. നമ്മൾ ഈ ചുരുങ്ങിയതൊരു 5000-ലേറെ ആളുകൾക്ക് 5000-ന് മുകളിൽ, അത് എണ്ണം കുറെ കൂടി വർദ്ധിക്കാം, അത്രയധികം ആളുകൾക്ക് പട്ടയം കൊടുക്കാനുള്ളൊരു സാധ്യത നമ്മുടെ ഈ പ്രദേശത്തുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ റവന്യൂ വകുപ്പിലുള്ള ഒരു സ്റ്റാഫ് സംവിധാനം വെച്ചുകൊണ്ട് അത് അത്ര എളുപ്പമല്ല എന്ന് കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലാണ് നമ്മൾ കോതമംഗലത്ത് ഒരു സ്പെഷ്യൽ LA ഓഫീസ്, ഈ പട്ടയ നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ LA ഓഫീസ് നമ്മൾ ഈ മിനി സിവിൽ സ്റ്റേഷനിൽ അത് ആരംഭിക്കുകയും ഇന്ന് ആ സ്പെഷ്യൽ LA ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ വില്ലേജുകളിൽ ആ പട്ടയ നടപടികൾ നല്ല നിലയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ പട്ടയ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പട്ടയ അസംബ്ലി അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോതമംഗലം താലൂക്കിൽ കുട്ടമ്പുഴ വില്ലേജിലെ കുട്ടമ്പുഴ ആനക്കയം റോഡ്, കുട്ടമ്പുഴ ഉരുളൻതണ്ണി പിണവൂർക്കുടി റോഡ് എന്നീ പൊതുമരാമത്ത് റോഡുകളോട് ചേർന്ന് വരുന്ന റവന്യൂ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങി സർക്കാർ ഉത്തരവായിട്ടുള്ളതെന്നും MLA കൂട്ടിച്ചേർത്തു. പട്ടയ അസംബ്ലിയിൽ കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെയും താലൂക്ക് പരിധിയിലെ പഞ്ചായത്തുകളിലെയും പട്ടയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. കോതമംഗലം മുനിസിപ്പാലിറ്റി അതിദരിദ്രർക്കായി കണ്ടെത്തിയിട്ടുള്ള ഭൂമിയിൽ പട്ടയം നൽകുന്നത് സംബന്ധിച്ചും കോളനി പട്ടയങ്ങൾ നൽകുന്നതിലെ നടപടികൾ സംബന്ധിച്ചും മുനിസിപ്പൽ ചെയർമാൻ KK ടോമി സംസാരിച്ചു. കീരമ്പാറ, പല്ലാരിമംഗലം പഞ്ചായത്തുകളിലെ പുഴ പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം നൽകുന്നതിനും കുട്ടമ്പുഴ പഞ്ചായത്തിലെ കോളനി പട്ടയങ്ങൾ നൽകുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആവശ്യപ്പെട്ടു. പട്ടയ അസംബ്ലിയിൽ ഉന്നയിച്ച വിഷയങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ സംബന്ധിച്ച് കോതമംഗലം തഹസിൽദാർ അനിൽകുമാർ M, സ്പെഷ്യൽ തഹസിൽദാർ സജിമോൻ മാത്യു എന്നിവർ സംസാരിച്ചു. മിനി സിവിൽ സ്റ്റേഷൻ ഹാളിൽ ചേർന്ന പട്ടയ അസംബ്ലിയിൽ കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി MP, കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് കോറമ്പേൽ, മുനിസിപ്പൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA നൌഷാദ്, പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ AA രമണൻ, കീരമ്പാറ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.